ഇതെന്തിനാണെന്നല്ലേ, ഒരു അടിപൊളി സാധനം ഉണ്ടാക്കാനായിട്ടാണ്. നമ്മൾ ഏകദേശം ഞാൻ അതിൻ്റെ ഫ്ലിപ്കാർട്ടിൽ സെർച്ച് ചെയ്തിട്ട് ഏകദേശം 2500 രൂപ വില വരും. നമുക്ക് വളരെ നിസ്സാരമായിട്ട് അത് സംഭവം ചെയ്ത് എടുക്കുക. അപ്പോൾ നേരെ വീഡിയോ കാണാം. അപ്പോൾ ഞാൻ ഈ സംഭവം ചെയ്യാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു ബ്രഷ് വാങ്ങിയിട്ടുണ്ട്. അത് ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇത്രയും വലിയ ഇതിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. ഒരു ഹോൾ ഇവിടെ ഉണ്ട്. പിന്നെ ബോണ്ടല്ലേ, ഒരു ബോണ്ടും വാങ്ങിയിട്ടുണ്ട്. പിന്നെ അതേ ഈ പൈപ്പ് ഉണ്ട്. പൈപ്പ് ഏകദേശം ഒരു 3 മീറ്ററോളം ഉണ്ടാവും. പിന്നെ ഞാൻ ഇവിടെ വേറൊരു സാധനം ഞാനിവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് സാധാരണ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഗാർഡനിലൊക്കെ ഈ പൈപ്പ് യൂസ് ചെയ്യുമ്പോൾ ഈ ടാപ്പായിട്ട് കണക്ട് ചെയ്യുന്ന കണക്ടർ ഉണ്ടല്ലോ, അതായാലും മതി. അതിപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടിട്ട് ഇതുപോലെ നമുക്ക് ഒട്ടിച്ചെടുക്കാം. പിന്നെ PVC ആണ്. PVCയിൽ ഞാൻ ഇവിടെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. അതെല്ലാം ഞാൻ വഴിയെ പറഞ്ഞു തരാം എന്തിനാണെന്ന്. ഇനിയിപ്പോൾ ഞാൻ ഈ പൈപ്പ് ഞാൻ ഇതിലേക്ക് എൻ്റെ കൊണ്ടുവന്നിട്ട് ലാസ്റ്റ് ഞാൻ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആ ബോണ്ട് വെച്ചൊന്ന് ഒട്ടിച്ച് വെക്കാനാണ് നോക്കുന്നത്. അപ്പം നമുക്കത് ഒട്ടിച്ചിട്ട് വരാം. ഇത് എടുത്തിട്ട് ഇത് രണ്ടും കൂടിയാണ് മിക്സ് ചെയ്ത് നല്ല അസല് പശ ചെയ്യണത്. കയ്യിൽ ഒട്ടിപ്പിടിക്കുക എന്നുള്ളതാണ് സംശയം. ഇവിടെ മിക്സ് ചെയ്യണം. അങ്ങോട്ട് നല്ല അസലായിട്ടാണ് മിക്സ് ചെയ്ത് അതിലേക്കാണ് ഒട്ടിച്ചങ്ങോട്ട് വെക്കണം. കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുന്നുണ്ട്. ആകെ കയ്യിലെല്ലാം ഒട്ടിപ്പിടിച്ച് ആകെ മെനേഡായി. എൻ്റെ ഇത് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇതിലേക്കാണ് ഒട്ടിച്ച് കൊടുക്കാം. ഏകദേശം എല്ലാവർക്കും മനസ്സിലാവുണ്ടാവും ഞാൻ എന്താ ഉദ്ദേശിക്കണമെന്നുള്ളത്. പിന്നെ ഈ ഒരു സംഭവം ഇത് ഞാനിപ്പോൾ ഈ വേറൊരു ഇതിന് വേണ്ടി മേടിച്ചതാണ്. ഇനിയിപ്പോൾ ഞാൻ ഒന്നും ഈ കാശ് കൊടുത്ത് മേടിച്ചിട്ടില്ല. എല്ലാം നമ്മുടെ ഈ പൈപ്പായാലും എല്ലാം ഈ ബാലൻസ് ഇവിടെ കിടന്നുവെച്ചതാണ്. ഞാനതൊന്ന് കഴുകിയൊന്ന് എടുത്തത് മാത്രമേ ഉള്ളൂ. അതിന് ഞാൻ ആകെ മേടിച്ചേക്കണം ആ ബ്രഷ് മാത്രമേ മേടിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ പൈപ്പായിട്ട് ജോയിൻ ചെയ്യാം. ഒരു തല അപ്പുറ സൈഡാണ് ഒട്ടിച്ച് വെച്ചേക്കണത്. അടുത്തത് ഞാൻ ഇവിടെ ഒട്ടിക്കാനായിട്ടുള്ള ഇതാണ്. ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കും. കുറച്ച് ലൂസാണ്. അപ്പോൾ അതിനുള്ള ഞാൻ ബോണ്ട് വെച്ച് തന്നെ ഒട്ടിക്കാൻ പോണത്. ഞാനിപ്പോൾ ഇത് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അത് രണ്ടൊന്ന് ഉണങ്ങാൻ വേണ്ടി വെക്കാം. ഞാനിപ്പോൾ ഇത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇതിലേക്ക് നമുക്ക് ഈ പൈപ്പ് അങ്ങോട്ട് ഇറക്കി വെക്കാം. പൈപ്പ് ഇറക്കുമ്പോൾ ഞാൻ ഇവിടെ ഒരു ഹോൾഡറുണ്ട്, ഇവിടെ ഒരു ഹോളുണ്ട്. അത് നമുക്ക് രണ്ടും സെറ്റാക്കിയിട്ട് നമുക്ക് ഒരു സ്ക്രൂ ചെയ്ത് വെക്കാം. അതിനുശേഷം നമുക്ക് ആ ബോണ്ട് വെച്ച് തന്നെ ഇവിടെ ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഞങ്ങൾ സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഞെട്ടും ബോൾട്ടും. പിന്നെ ടൈറ്റ് ചെയ്ത് ആ ഗ്യാപ്പിലേക്ക് നമുക്ക് ആ ബാക്കിയുള്ള ബോണ്ടും കൂടി അങ്ങോട്ട് സെറ്റ് ചെയ്ത് വെക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഇതും ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേ സെയിം കളർ പെയിൻറ്റ് അടിച്ച് കഴിഞ്ഞാൽ അത് കാണാൻ ലുക്കായിരിക്കും. ഇത് ലൈഫ് ലോങ് ആണ്.
അപ്പോൾ നമ്മൾ സംഭവം എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഇതിൽ ഈ സെയിം കളറിൽ പെയിൻറ്റ് എല്ലാം ചെയ്യുക. അതിൻ്റെ ആവശ്യമില്ല, എന്നാലും നല്ല ഇങ്ങനെ ചെയ്താൽ തന്നെ നല്ല ലുക്കായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. പരിപാടി തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഞാനിവിടെ ഒരു ടൈയും കൂടി ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് വെക്കണേ. ഇതിങ്ങനെ കിടന്നോട്ടെ. അപ്പോൾ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ടാങ്ക് ക്ലീൻ ചെയ്യാന്നുള്ള സംഭവമാണ്. അപ്പോൾ നമുക്കതിൽ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് വെള്ളമൊഴിക്കാനായിട്ട് എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. ഇത് കുപ്പിയാണ്, കുപ്പി മുറിച്ചാണ് ഞാനിങ്ങനെ ചെയ്തേക്കണത്. അപ്പോൾ ഇത് ആദ്യം ഇത് അടച്ചു വെക്കുക. ഇതൊരു 3 മീറ്ററോളം ലെങ്ത്ത് ഈ പൈപ്പിനുള്ളത് കൊണ്ടാണ് ഞാൻ പിന്നെ ഇങ്ങനെ ചെയ്യണതല്ല. എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇങ്ങനെ ചെയ്തില്ലെങ്കിലും വിഷയമില്ല. ഓക്കെ, നിറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടപ്പങ്ങ് അടക്കാം. അടച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഈ ടാങ്കിലേക്ക് ഇടാം. ടാങ്കിലേക്ക് ഇട്ട് ഇത് നമുക്ക് താഴെ ഇതിങ്ങനെ തുറന്ന് വിടാം. നമ്മളിങ്ങനെ പോകുന്നുണ്ട് നോക്കും. ഇനി കാണാം ഇതിലുള്ള അഴുക്ക് എങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന്. ഇതിപ്പോൾ ടാങ്കിൽ ഏകദേശമൊക്കെ ഒരു 3/4 ഭാഗം വെള്ളമുണ്ട്. ഇത് നമുക്ക് എളുപ്പത്തിൽ ഇതിങ്ങനെ കഴുകുകയും ചെയ്യാം. അപ്പോൾ വീഡിയോ കണ്ടവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം.